അബു ഇരിങ്ങാട്ടിരിയുടെ ഹൂറിയ എന്ന പുസ്തകത്തെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചു. പീപ്പിൾസ് ലൈബ്രറി ആൻഡ് കൾച്ചർ സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിലാണ് അബു ഇരിങ്ങാട്ടിരി എഴുതിയ ഹൂറിയ എന്ന പുസ്തകത്തെ അവലംബിച്ച് ചർച്ച നടത്തിയത്. GC കാരക്കൽ ഉദ്ഘാടനം ചെയ്തു. IT അഷ്റഫ് മോഡറേറ്ററായി. അഡ്വക്കേറ്റ് IT നജീബ് മുഖ്യ പ്രഭാഷണം നടത്തി. ഈ ഭാരത സ്ത്രീയുടെ ഈ എല്ലാ കഷ്ടപ്പാടുകളും കാര്യങ്ങളും അതിനെ വളരെ ദേവരാളിയിലെ ചിതയിലേക്ക് എടുത്തെറിഞ്ഞ് കത്തിച്ചു സതി അനുഷ്ഠിക്കാൻ നിർബന്ധിച്ചപ്പോൾ അതിനെതിരെ ഒരു എഴുത്തുകാരൻ എന്നതിൽ ആദ്യം ശബ്ദിച്ചത് കരിവള്ളൂർപ്പള്ളിയുടെ വരികളാണ്. അങ്ങനെ ഇപ്പോൾ ആളുകൾ ഇതിനെതിരെ ഇതുപോലുള്ള ചർച്ചയിലൊക്കെ ദ്രൗപദിയോട് കാണിച്ചത്, സീതയോട് കാണിച്ചത് എന്ന് പറയുന്നത് ഈ സംഘപരിവാറിന്റെ ആളുകൾ കേൾക്കാതെ നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ അതിനെതിരെ എവിടെയെങ്കിലും ശക്തമായ ഒരു പ്രതികരണത്തിന് ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഒരു സാഹിത്യ കൃതികളിലൂടെ മുസ്ലിം സ്ത്രീയുടെ എല്ലാ മാനഹാനികളെയും എഴുത്തിലൂടെ പരിഹരിച്ച എഴുത്തുകാരനാണ് അബു ഇരിങ്ങാട്ടിരി. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ടതും ശീലിച്ചതുമായ കാര്യങ്ങളാണ്. ഒരു ഈ ഹൂറിയ എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീയുടെ മൊത്തത്തിലുള്ള മുസ്ലിം സ്ത്രീയുടെ ഇതുവരെയുള്ള എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം ഹൂറിയ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി, പരിഹാരം ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്ന ഒരു അവതാരമാണ് എന്ന് പറയേണ്ടി വരും ഈ അബു ഇരിങ്ങാട്ടിരിയുടെ ഈ കഥ. വായനക്കാരൻ, ആസ്വാദകൻ വളരെ സ്വതന്ത്രനാണ്. പക്ഷെ ഭയങ്കരമായ ഭാരക്കാരൻ, ഉത്തരവാദിത്വ ഭാരം എഴുത്തുകാരൻ തന്നെയാണ്. കാരണം അനുവാചകനെ അടുപ്പിക്കാൻ കഴിയും, തന്നിലേക്ക് അടുപ്പിക്കാൻ കഴിയും, വായിപ്പിക്കാൻ കഴിയും. അതൊരു ചലച്ചിത്രമായിക്കോട്ടെ, ഒരു നോവലായിക്കോട്ടെ, ചെറുകഥയായിക്കോട്ടെ, കവിതയായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അനുവാചകനെ അതിലേക്ക് അടുപ്പിക്കാനുള്ള ശേഷി ഉണ്ടാവുക, അതിനുള്ള ഒരു കെൽപ്പുണ്ടാവുക, ആ ഉത്തരവാദിത്വം എഴുതുകാരനുണ്ടാവും. ഒരു ഇംഗ്ലീഷ് എസ്സേയിസ്റ്റ് ഉണ്ടായി AG ഗാർണർ. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ തീവണ്ടിയിൽ യാത്ര ചെയ്യാണ്. തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അപ്പുറത്തെ സീറ്റിലിരിക്കുന്ന ആൾ ഒരു പുസ്തകം വായിക്കുന്നു. അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് വായിക്കുന്നത്. അതിലാകെ അഭിമാനപ്രകീതനായി അദ്ദേഹം എൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ആ വായനക്കാരൻ വായിക്കുകയാണ്. അയാൾ ഈ യാത്ര ആകെ ആഘോഷിക്കുകയാണ്. ഇങ്ങനെ എത്ര ആളിൻ്റെ പുസ്തകം ഈ സമയത്ത് വായിക്കുന്നുണ്ടാവും? അങ്ങനെ ഞാൻ ആരാണ്? എൻ്റെ ചിന്തകൾ എത്രായിരം ആളുകൾ ഈ സമയത്ത് ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ടെന്ന് അയാൾ ഇങ്ങനെ അഭിമാനമുളകതനായിരിക്കുമ്പോൾ ഈ വായനക്കാരെ ഈ പുസ്തകം പുറത്തു വരാറാണ്. അതിൽ അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്താ പുസ്തകം എറിയാൻ കാരണം എന്ന് ചോദിച്ചു. ഒരു ചവർ ഒന്നിനും പറ്റില്ല, എന്നാൽ നിങ്ങളത് എറിയണം, എനിക്ക് തന്നിട്ടായിരുന്നു, ഞാൻ എൻ്റെ പൈസ നിങ്ങൾക്ക് തരില്ലേ എന്ന് ചോദിച്ചു. നിങ്ങളെന്തിനാ ഞാൻ വെറുതെ ചതിക്കണം, ഞാൻ എന്തിനാ വെറുതെ ചതിക്കണമെന്ന് ചോദിച്ചു. അത് ശ്രീനിവാസൻ ചില തിരക്കഥകളിൽ സ്വയം വിമർശിച്ച് വലിയ വ്യക്തിത്വമാകുന്നത് പോലെ അങ്ങനെ ബഷീറിനും ശ്രീനിവാസനും കഴിയും. ഇങ്ങനെ സ്വയം ട്രോളി വലുതാവുക, അത് വലുപ്പമുള്ള വ്യക്തിത്വങ്ങൾക്കേ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ എഴുതിക്കാറുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്ന എഴുത്തുകാരുടെ ഉത്തരവാദിത്തമാണ് അനുവാചകനെ അടുപ്പിക്കാൻ വേണ്ടി കഴിയും. പിന്നെ ഏത് എഴുത്തുകാരനും എഴുതുന്നത് ആ സാമൂഹിക സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്. ഇവിടെ DV കൊച്ചുബാബ 10-25 കൊല്ലം മുമ്പ് ദീർഘദർശനം ചെയ്തൊരു കാര്യം അപ്പൊ പറഞ്ഞത് വെച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ചില എഴുത്തുകാർക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്, ദീർഘദർശനം ചെയ്തവർ പറഞ്ഞത്. പക്ഷെ അധികവും ആ സാമൂഹിക സാഹചര്യത്തിന്റെ ഉൽപ്പന്നമാണ് ഒരു സാഹിത്യം. OM കരുവാരകുണ്ട്, ധന്യാകൃഷ്ണൻ, CK റഫീഖ്, C ജസൈന, രാജൻ ആറുതല, PC വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ യുവ കവയത്രി ഹസ്ന ബിപിക്ക് ഉപഹാരം നൽകി. അബുവിൻ്റെ കഥകൾ, അബുവിൻ്റെ ഭാഷ, അബുവിൽ ഉരുത്തിരിഞ്ഞുണ്ടായ എറണാടൻ ഭാഷ ഉണ്ടല്ലോ, അത് അതിമനോഹരമാണ്. എറണാടൻ കഥകൾ പഴയകാലത്ത് അബു എഴുതിയ ഓരോ അവസാനം അത് ചെറുപ്പിലെ കാക്കകളിൽ എത്തി നിൽക്കുമ്പോൾ അബുവിൻ്റെ ആ ഒളിജീവിതം ആ കാലഘട്ടത്തിലൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു വിനീതനായ വ്യക്തിയാണ് ഞാൻ. അത് ഞാൻ നമ്മുടെ പ്രതിഭാഗ്രന്ഥശാല പാലക്കാട് പ്രതിഭാഗ്രന്ഥശാലയിലാണ് ഞാൻ ലൈബ്രറിയൻ. അവരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ആകത്തുകയാണ് ഹൂറിയ.
ഇനി ഹൂറിയെക്കുറിച്ച് പറയുന്നതൊക്കെ ആവർത്തനമായിരിക്കും. ആമിനമ്മായിയെ കുറിച്ച് പറയുകയാണെങ്കിലും അതുപോലെ തന്നെ ഫാത്തിമമ്മായിയെ കുറിച്ച് പറയുകയാണെങ്കിലും ഒക്കെ ഒരു ആവർത്തനമായിരിക്കും. അതുകൊണ്ട് ആ വിഷയത്തിലേക്കൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് വിയോജനക്കുറിപ്പ്. കാരണം ഒരു പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു സുഖിപ്പിക്കുന്ന വാക്കുകളാകരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്നുള്ള ഒരു ബോധം എന്നിലുണ്ട്. എങ്കിലും വിദ്യ തുടങ്ങിയ മത ആചാരങ്ങളെ കുറിച്ച് പറയുന്നതിൽ അതിൽ ഒരു ചെറിയ വിയോജിപ്പുണ്ട്. കാരണം അതൊരു അഗ്നിശുദ്ധി എന്ന് പറയുന്നത് പോലെ ഒരു സ്ത്രീയുടെ ശുദ്ധിയെയാണ്, അല്ലെങ്കിൽ അവരുടെ ചാരിത്ര ശുദ്ധിയെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ കാലയളവാണ് യുദ്ധ എന്നുള്ളത് ആണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്കിലും അത് തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല എന്ന് സാങ്കല്പികമായിട്ട് സൂചിപ്പിക്കുകയാണ്. അതേപോലെ പുസ്തകത്തെ പറ്റി തന്നെ ഒരു നേരിയ അവലോകനം കിട്ടി. പക്ഷെ എനിക്ക് അതിൽ ഒരു ചെറിയ തന്നെ നമ്മുടെ അബുഇരിങ്ങാടി പറയുന്നതിനോട് ചെറിയ വിയോജിപ്പ്. അതായത് എഴുത്തുകാരൻ അന്ന് എന്തെങ്കിലും എഴുതൊക്കെ കൊടുക്കലല്ല, അദ്ദേഹത്തിന് അവർക്ക് എഴുതാൻ കൊടുക്കാം. പക്ഷേ അത് എഴുത്തുകാരൻ എപ്പോഴും തന്നെ സമൂഹത്തിൻ്റെ വെളിച്ചമാണ്, മുന്നിൽ നടക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞ ആ ബംഗ്ലാവ് എന്നുള്ള കഥ ഞാൻ വായിച്ചതാണ്. അതിലെ മധുവിൻ്റെ ആ ദിവസം തന്നെ പിന്നെ മരുമകനും മകളും കൂടി പോകുമ്പോൾ ആ മകൾ അച്ഛനോട് കരയും കൊണ്ട് പോകുന്നതും, അതേപോലെ തന്നെ മടങ്ങി വരുമ്പോൾ യാതൊരു മാറ്റവും കിട്ടാതെ വിഷമിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും, അത് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ആ സംഭവം ഉണ്ടായെങ്കിലും അതൊരു മോശമായ സംഭവമാണെന്നും ഇതിൽ നിന്ന് പിന്നെ സമൂഹം പിന്തിരിയണമെന്നും എന്നുള്ളൊരു വാണിംഗ് എന്ന തരത്തിലാണ് ഞാൻ ആ കഥയെ കണ്ടത്. കാരണം സമൂഹത്തിൽ നടക്കുന്ന തെറ്റാണ് അത് ജനങ്ങൾ. അപ്പം അതിനെക്കുറിച്ച് പറയാൻ അതിന് തക്ക അറിവോ അത്തരം വാക്കുകളോ ഒന്നും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷെ ഞാനിതിന് പങ്കെടുക്കാൻ വന്നത് പരിപൂർണ സന്തോഷത്തിലാണ്. കാരണം എനിക്കിത് കേൾക്കണം, ഇതിൽ ഞാൻ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ് വന്നു ചേരുന്നത്. അപ്പം അതുകൊണ്ട് രാജേട്ടനും അഷഫ്ക്കൊക്കെ വിളിച്ച സമയത്ത് തന്നെ തീർച്ചയായിട്ടും ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആ ഒരു ഇഷ്ടത്തോടെ തന്നെയാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇനി പുസ്തകത്തെക്കുറിച്ച് ഞാൻ ആധികാരികമായിട്ട് പറയുന്നില്ല. അപ്പോൾ നജീബ് സാർ പറഞ്ഞു, സാഹിത്യം കല എന്നത് അത് ഏതുമാവട്ടെ, ആര് ചെയ്യുന്നതാവട്ടെ, അത് സമൂഹത്തിന് ബെനിഫിറ്റാണെന്ന് പറഞ്ഞു. ഈ പുസ്തകവും എങ്ങനെ തന്നെയാണ് നമ്മളുടെ സമൂഹത്തിന്, പ്രത്യേകിച്ച് ഒരു സമൂഹത്തിലെ സ്ത്രീ ജീവിതത്തെ തുറന്നു കാട്ടുന്നതിൽ നല്ല പങ്ക് വഹിച്ചൊരു പുസ്തകമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അതിൻ്റെ ഭാഷയും വളരെ രസകരമായിട്ടാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അബു സാറിൻ്റെ പുസ്തകങ്ങൾ കൂടുതൽ വായിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹത്തോട് എനിക്കൊരു പ്രത്യേക നന്ദിയും കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്ന രൂപത്തിൽ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പിത്തനമുട്ടി എന്നുള്ള പേരിൽ ഞാനൊരു പുസ്തകം ഇറക്കിയപ്പോൾ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് NUK മെമ്മോറിയൽ ലൈബ്രറിയിൽ വെച്ചിട്ട് ആ പുസ്തകത്തിനെ നമ്മുടെ നാടിന് വേണ്ടി പരിചയപ്പെടുത്തിയത് അബു സാറാണ്. പിന്നെ അതുപോലെ തന്നെ ആ പുസ്തകം വായിച്ചിട്ട് എനിക്ക് ആ പുസ്തകത്തിൻ്റെ കുറിച്ച് 2 വരി ഇതിങ്ങനെ ആണ്, ഇതിൽ ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് വ്യക്തമായിട്ട് ഒരു 2 വരി എനിക്ക് വേണ്ടി അതിന് ഒരുപാട് തിരക്കുകൾക്കിടയിലും മാറ്റി വെച്ചത് നജീബ് സാർ എനിക്ക് FBയിൽ അതൊരു 2 വാക്കുകളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അബു സാറിൻ്റെ ഹൂറിയ എന്ന് പറഞ്ഞ കഥയെക്കുറിച്ച് ഞാൻ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ശരി. കാരണം എൻ്റെ ഒരു പ്രിയ വിദ്യാർത്ഥിനി അസ്ന എന്ന് പറയുന്ന കുട്ടി അബ്സാറിൻ്റെ പുസ്തകം വായിക്കുകയും അതിനെക്കുറിച്ച് അബ്സാറിൻ്റെ ഒരു ആരാധികമാരായിട്ടുള്ള ഒരുപാട് വായനക്കാർ എൻ്റെ സ്ഥാപനത്തിലുണ്ട്. അദ്ദേഹം അവരുടെ അധ്യാപകൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു തരി എഴുതാൻ അറിയുന്ന ആളെ കൊണ്ട് ഒരു കടൽ എഴുതിപ്പിക്കാൻ പ്രാപ്തനായ ഒരു വഴികാട്ടിയാണ് അദ്ദേഹം. ഞാനും അദ്ദേഹത്തിൻ്റെ ഓൺലൈനിലൊക്കെ 2 വരി എഴുതി കൊടുക്കുമ്പോൾ മാഷ് പറയും, ഇനി എഴുത്, ഒരു പുസ്തകം എഴുതാൻ പറ്റും, നിങ്ങൾക്ക് ധാരാളം അനുഭവ സമ്പത്തുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന വല്ലാത്തൊരു മനസ്സിലുടമയാണ്. പ്രായ ഭേദമന്യേ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യത്തിൽ കൃതജ്ഞത ഞാൻ ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. പുസ്തകത്തെക്കുറിച്ച്
മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിതയ്ക്കകത്ത് പേടിയാണ് അവന് പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ, മറയില്ലെങ്കിൽ മറയിലും അറിയില്ലെങ്കിൽ അറിയിലും ഉടലിനപ്പുറം കടന്ന പ്രണയം എന്ന പൊരുളിലും എന്നൊരു വാചകം, എന്നൊരു വാക്ക് ഞാനിപ്പോ ഇപ്പോഴും ഈ കഥ വായിച്ചപ്പോഴൊക്കെ അതിങ്ങനെ മനസ്സിൽ അബുസാറിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ അതിങ്ങനെ വരും. സ്ത്രീത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന, അതോടൊപ്പം തന്നെ എല്ലായിടങ്ങളിലും സൗഹൃദം വേണം. സൗഹൃദമില്ലെങ്കിൽ ദാമ്പത്യമാവട്ടെ അതല്ലെങ്കിൽ പ്രണയമാവട്ടെ ഒന്നും ദൈർഘ്യ നാൾ നീട്ടിക്കൊണ്ടു പോവാൻ സാധിക്കുകയില്ല, ദുസ്സഹമായി മാറും എന്നത് പ്രസ്താവിക്കുന്ന രീതിയിലേക്ക് അബുസാറിന്റെ നിരീക്ഷണം എനിക്ക് എപ്പോഴും അത്തരത്തിലാണ് ബോധ്യമാവാറുള്ളത്. ആണ് പെണ്ണ് വിവേചനങ്ങൾക്ക് അപ്പുറം നിന്നുകൊണ്ട് സൗഹൃദത്തിനും അതോടൊപ്പം തന്നെ സ്നേഹത്തിനും ഒക്കെ ആ ഒരു ഊഷ്മളത കാക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അബുവാഷിന്റെ എല്ലാ കൃതികളിലും ഉണ്ടാവാറുണ്ട്. ഞാൻ വിൽപ്പന നടത്തുമ്പോൾ അത് ദൂരെ നിന്ന് ഫോട്ടോ എടുക്കാണ് ഞാനും കുറച്ച് കൂടി ചെയ്യുന്നത്. ഒരു ബസ് സ്റ്റോപ്പിൽ രണ്ടാമത് ഞങ്ങളെ കണ്ടിട്ടില്ല. അപ്പോൾ എന്നാൽ ഞങ്ങൾക്ക് 2 പുസ്തകം എന്ന് പറഞ്ഞ് ഞാനും അബു റഷീദും കൂടി ഓരോ പുസ്തകം വാങ്ങി. ആ പുസ്തകത്തിൻ്റെ പൈസ ഗൂഗിൾ പേ ചെയ്ത് റഷീദാണ്. അപ്പോൾ വായിച്ചിട്ട് എന്നോടൊരു അഭിപ്രായം പറയണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 3 പേര് കൂടി വാങ്ങിയ പുസ്തകം രാവിലെ 9:30 ഇരുന്ന് വായന തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് വേറെ എവിടെയും പോകാതെ ഭക്ഷണം കഴിച്ച് വീണ്ടും തുടങ്ങിയിട്ട് ഒരു 7-8 മണിക്കൂറിൽ അവസാനിപ്പിച്ച് ഇതിൻ്റെ ഒരു വിവരണം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിലയിരുത്തൽ നടക്കണമെന്ന് ഇവരെ 3 ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് ഞങ്ങൾ പരസ്പരം ചർച്ചകൾ നടത്തിയതാണെന്ന് തോന്നുന്നുണ്ട് അഷ്റഫിയുടെ പറഞ്ഞത്. ഏതായാലും ഈ പുസ്തകത്തിനകത്ത് എനിക്ക് ഒരു ചെറിയ സംശയം, ഈ സിനിമകളൊക്കെ അവസാനിക്കുന്ന സമയത്ത് 2ാം ഭാഗം ഇറങ്ങുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബിസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബിസ്മാർട്ട് അബാക്കസ് 9447164411.